അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൾഷനോ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് എത്രത്തോളം ഉണ്ടായിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ലോ ആണ് കൂളോംസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ലോ ആണ് കൂളോംസ് ലോ. കൂളോംസ് ലോയിൽ പറയുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇൻട്രാക്ഷനെ കുറിച്ചാണ്. ഇറ്റ് മേ ബി അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. സപ്പോസ് ഹിയർ വി കൺസിഡർ ടു ചാർജസ് Q1 ആൻഡ് Q2. നമ്മൾ രണ്ട് ചാർജുകൾ കൺസിഡർ ചെയ്യണം. Q1 എന്നുള്ളൊരു ചാർജ്, അതുപോലെ Q2, അങ്ങനെ രണ്ട് ചാർജ് കൺസിഡർ ചെയ്യണം, വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ വാക്വം. ആ രണ്ട് ചാർജുകൾ നമ്മൾ ശൂന്യതയിലാണ് വെച്ചിട്ടുള്ളത്, വാക്വത്തിലാണ് വെച്ചിട്ടുള്ളത്. These two charges are separated by a small distance, that is r. r എന്നുള്ളൊരു ഡിസ്റ്റൻസ് കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള അകലം r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ that electrostatic force is directly proportional to product of their charges. അതായത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും, ചാർജ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും. ഇതുപോലെ ഒരു ലോ നമ്മൾ +1 പഠിച്ചതാണ്, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലേ. ലോ ഓഫ് ഗ്രാവിറ്റേഷനിലും ഇതുപോലെ തന്നെ ചാർജിന് പകരം മാസ്സായിരുന്നു എന്ന് മാത്രം. അതായത് M1 M2 പ്രോഡക്റ്റ് ഓഫ് മാസസ് പഠിച്ചിരുന്നു, അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ അവിടെ മാസിന് പകരം ഇവിടെ ചാർജ്, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതാണ് കൂളോംസ് ലോ അല്ലേ. അപ്പോൾ കൂളോംസ് ലോയിൽ പറയുന്നത് എന്താ, അക്കോർഡിംഗ് ടു കൂളോംസ് ലോ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് is directly proportional to product of their charges and inversely proportional to square of distance between them. That is F proportional to Q1 Q2 divided by R². ഇനി നമ്മൾക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ, നമ്മൾ മുൻപൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്, നമ്മൾക്ക് എങ്ങനെ എഴുതാം, F ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. That is K into Q1 Q2 divided by R². K എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇവിടെ നമ്മൾ രണ്ട് ചാർജുകൾ വെച്ചിട്ടുള്ളത് വാക്വത്തിലാണ്. വാക്വത്തിലാവുമ്പോൾ K എന്നുള്ള ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 9 × 10⁹ എന്നായിരിക്കും. ഈ Kയുടെ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. K ഇവിടെ നിർത്തി കഴിഞ്ഞാൽ R² ഇങ്ങോട്ട് വരും. അപ്പോൾ F × R². F ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, R², ആറിൻ്റെത് മീറ്റർ, അപ്പോൾ R² മീറ്റർ², ന്യൂട്ടൺ മീറ്റർ². രണ്ട് ചാർജുകൾ താഴോട്ട് വരുമ്പോൾ Q1 Q2 അല്ലേ. അപ്പോൾ കൂളോം². അതായത് ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ² പെർ കൂളോം². ഇതാണ് Kയുടെ യൂണിറ്റ്. ഈ വാല്യൂ, Kയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷണൽ ലോയിൽ ജിയുടെ വാല്യൂ പഠിച്ചിരുന്നു. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ² പെർ kg². ഈ വാല്യൂ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ ഈ കോൺസ്റ്റൻ്റ് വാല്യൂ വരുന്നത് ഓൺലി ഇൻ വാക്വം. ആ ചാർജ് നമ്മൾ എവിടെ വെക്കണം, വാക്വത്തിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് പകരം നമ്മൾ വേറെ വല്ല മീഡിയത്തിലാണെങ്കിൽ ഈ Kയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. ഇനി വാക്വത്തിലാണെങ്കിൽ നമുക്ക് K എന്നുള്ള ഈ കോൺസ്റ്റൻ്റ് ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 1/4πε0. അപ്പോൾ K എന്നുള്ളതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്താം, 1 / 4πε0
ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ദാറ്റ് ഈസ് ഓൺലി ഇൻ വാക്വം. ഇത് എവിടെ മാത്രം വെക്കുമ്പോഴാണ്? വാക്വത്തിൽ വെക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി വേറെ വല്ല മീഡിയത്തിലാണെങ്കിൽ, സപ്പോസ് വി പ്ലേസ്ഡ് ദീസ് 2 ചാർജസ് ഇൻ വാട്ടർ ഓർ ഗ്ലാസ്, അങ്ങനെ നമ്മൾക്ക് ചാർജുകൾ എവിടെയും വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് വരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന് മാറ്റം വരും. അതിന് കാരണം അതിൻ്റെ ഇടയിലുള്ള മീഡിയം ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഈ കോൺസ്റ്റൻറ്റും മാറ്റം വരും. അപ്പോൾ നമ്മൾ F ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് നമ്മൾ എഴുതും. ഇവിടെ എപ്സിലോൺ 0 എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ വാക്വം. എപ്സിലോൺ 0, എപ്സിലോൺ എന്ന് മാത്രം പറഞ്ഞാൽ പെർമിറ്റിവിറ്റി, എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ വാക്വം, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്.